അങ്ങനെ ഇന്നത്തെ നമ്മൾ രാവിലെ തന്നെ കേട്ട ഒരു സങ്കടകരമായ ഒരു വാർത്തയായിരുന്നു ഈ പുഷ്പ 2 റിലീസിനിടയിൽ ഉണ്ടായ ആ ഒരു അപകടം, അതിനെക്കുറിച്ചുള്ള വാർത്തകൾ. പക്ഷേ എന്താണെങ്കിലും പുഷ്പ 2ന്റെ റിലീസ് ആയിട്ടുണ്ട്. പുഷ്പ 2 ദ റൂൾ അത് റിലീസ് ചെയ്തിട്ടുണ്ട്. ആയിരക്കണക്കിന് പേരാണ് ചിത്രം കാണാനായിട്ട് തിയേറ്ററിലേക്ക് എത്തുന്നത്. അല്ലു അർജുൻ, രശ്മിക മന്ദാന, ഫഹദ് ഫാസിൽ, ജഗപതി ബാബു, പ്രകാശ് രാജ് തുടങ്ങിയവരാണ് ഈ ചിത്രത്തിൽ പ്രധാനപ്പെട്ട വേഷങ്ങളെത്തുന്നത്. കൊച്ചിയിലെ കവിതാ തിയേറ്ററിൽ നിന്ന് സഹിൻ ആന്റണി, തിരുവനന്തപുരം എരീസ് പ്ലെക്സിൽ നിന്ന് VS അനുരാഗ് എന്നിവർ ചേരുന്നുണ്ട്. ആദ്യം സഹിൻ ആന്റണിയിലേക്ക് പോകുന്നതിന് മുമ്പ് അനുരാഗിലേക്ക് പോവാം. തിരുവനന്തപുരത്ത് നിന്ന് അനുരാഗ്, ഗുഡ് മോർണിംഗ്. സത്യം ഫസ്റ്റ് വാറിനെ കൂടെ തൊലച്ച് ഇങ്ങനെയൊക്കെയാണ് ഒരു പടം ഇറങ്ങണം. అస్సలు తగ్గేదేలే మళ్ళీ నేషనల్ అవార్డుకి రెడీగా ఉన్నాం. ശരി, നമുക്ക് ആദ്യം സഹിൻ ആന്റണിയിലേക്ക് പോകാം. സഹിൻ, ഗുഡ് മോർണിംഗ്. ഇങ്ങനെ പുഷ്പ 2 റിലീസായി, ഷോ കഴിഞ്ഞോ, ആൾക്കാരൊക്കെ പുറത്തിറങ്ങിയോ, എങ്ങനെയാണ് പ്രതികരണം? അതെ, ആളുകളൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കണ സേതു, ആളുകളൊക്കെ ചോദിക്കാം, ചേട്ടാ എങ്ങനെ ചേട്ടാ പടം എങ്ങനെയുണ്ട്? ചേട്ടാ എങ്ങനെയുണ്ട് പടം, എങ്ങനെയുണ്ട്? കാര്യം പറ. എന്തായാലും പടം എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട്? എന്തായാലും സേതു ഈ പറഞ്ഞതുപോലെ തന്നെ ആരാധകരൊക്കെ അവരുടെ ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു ചേട്ടാ പടം? ചേട്ടാ എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? നല്ല പടം. അപ്പൊ 1 വെച്ച് നോക്കാൻ നേരത്തെ എങ്ങനെയുണ്ട്? അടിപൊളിയാണ്, അടിപൊളിയാണ്, കണ്ടിരിക്കാം. എന്തായാലും സേതു പറഞ്ഞതുപോലെ തന്നെ ഒരു ആക്ഷൻ മൂവി, അത് അതിന്റെ പാരമ്യത്തിലേക്ക് എത്തി. ചോദിക്കാം. ചേട്ടാ എങ്ങനെയുണ്ട്? ഫഹദ് എങ്ങനെയുണ്ട്? ഫഹദ് തന്നെയാണ്. എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെടുന്നത്? എന്തായാലും രാവിലെ തന്നെ പുലർച്ചെ 4 മണിക്ക് വന്നല്ലേ? അതെ, കോളേജ് ഉണ്ടായിരുന്നു, പക്ഷെ ഉറക്കം പോയി, കാശ് പോയി, എല്ലാം പോയി. പടം കൊള്ളൂലേ? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നല്ലത് വീട്ടിൽ നിന്ന് സീരിയൽ കണ്ടാണ്. ഭയങ്കര സെന്റ് ആയിട്ട് അത് കുറച്ചും കൂടി നന്നാക്കായിരുന്നു. ഫഹദ് ഫാസിനെ ചുമ്മാ ഒരുമാതിരി കത്തിച്ചു കൊല്ലണ പോലെ ആക്കി കളഞ്ഞു അവര്. ഫഹദ് ആക്ടിംഗ് വൈസ് അടിപൊളിയാണ്, പക്ഷെ ഫഹദിനെ വേണ്ട രീതിക്ക് യൂസ് ചെയ്തില്ല. ഫസ്റ്റ് പുഷ്പ 1 ഫഹദ് ഫാസിനെ എങ്ങനെ നിർത്തിയോ ആ ബിൽഡപ്പിന് കൊണ്ടുപോകണമായിരുന്നു. ഇത് ആ ബിൽഡപ്പില്ല. ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എങ്ങനെ ഇഷ്ടപ്പെട്ട? കുഴപ്പമില്ലെന്നല്ല, OTT-യിൽ അധികം കാണത്തില്ലേ, തിയേറ്ററിൽ ഇരുന്ന കാരണം, ടിക്കറ്റ് എടുത്ത കാരണം കണ്ടു അതിനോട് ലാഗ് ഉണ്ട്. എന്തു പറ്റി? പടം താഴ്ത്തില്ല, ശരിക്കും താഴ്ത്തില്ല. പടം എങ്ങനെയുണ്ട്? ധമാക്ക. പുഷ്പ വെറും 2 വാക്കല്ല, ധമാക്ക. തകർത്തു. അത് തന്നെയാണ്. പല അഭിപ്രായങ്ങളാണ് സേതു എന്തായാലും ചിത്രവുമായി ബന്ധപ്പെട്ടുള്ളത്. പല ആളുകളും പല അഭിപ്രായങ്ങൾ പറയുന്നു. ചേട്ടാ ഇടുവാ, എങ്ങനെ ഉണ്ടായിരുന്നു പടം? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി പടം. അപ്പൊ ചില ആളുകൾ പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലെന്നൊക്കെ പറയുന്നത്. അത് നമ്മളൊരു വൈബിലിരുന്ന് കണ്ടത്. എന്തായാലും നമ്മള് നല്ല പവറാണ്, കാരണം തേർഡ് പാർട്ടി വരുന്നുണ്ട്. ഒരു മോനെ കൊണ്ടും പറ്റാത്ത ഇമ്പാക്റ്റ് ആണ്. മേക്കിംഗ് ഫൈറ്റ് സീനെല്ലാം കൊടുത്തിരിക്കുന്നത് കേരള എന്താ പറയാ, ഒരു ഫിലിമിലും കഴിയൂല. തകർത്താടിന്ന് വേണേ പറയാം. സെക്കൻഡ് ഹാഫ് ഞങ്ങള് അവിടെ ഇളക്കി മറച്ചു, തീയായിരുന്നു സെക്കൻഡ് ഹാഫ്. അല്ലു അർജുന്റെ ആരാധകനാണ് പിന്നല്ലേ. ഏതായാലും എങ്ങനെ ഉണ്ടായിരുന്നു പടം? അലമ്പാക്കിയിട്ടുണ്ട്, അലമ്പാക്കി കളഞ്ഞു, എന്തൊക്കെ കാണിച്ചിട്ടുണ്ട്. ശരി, സഹിനിലേക്ക് വരാം. ഇപ്പോ കൊച്ചിയിൽ നിന്ന് നമ്മുടെ ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നവര് സമ്മിശ്ര പ്രതികരണമാണ് നടത്തുന്നത്. തിരുവനന്തപുരത്തേക്കും കൂടി പോകാം. അവിടെ എങ്ങനെയാണ് അവിടുത്തെ കാഴ്ചകളെന്ന് നമുക്ക് അനുരാഗ് ഉണ്ട്. അനുരാഗെ, ഗുഡ് മോർണിംഗ്. പുഷ്പ 2ന്റെ ഇത് ഷോയൊക്കെ കഴിഞ്ഞു. കൊച്ചിയിൽ നിന്നുള്ള പ്രതികരണങ്ങളെ കേട്ടു, സമ്മിശ്ര പ്രതികരണമാണ്. തിരുവനന്തപുരത്ത് എങ്ങനെയാണ്? സമാന രീതി തന്നെയാണ് ഇവിടെയും. പലരും പ്രതികരിക്കാൻ പോലും തയ്യാറാകുന്നില്ല. ചിലർ പറയുന്നു അടിപൊളിയാണെന്ന്, ചിലർ പറയുന്നു ഫ്ലോപ്പാണെന്ന്. എന്തായാലും നമുക്ക് നോക്കാം, അവിടെ തന്നെ ചോദിച്ചു നോക്കുന്നതാണ് അതിന്റെ ഒരു. കൊള്ളൂല. കൊള്ളാം. അല്ല, മൂഞ്ചി പടം. നല്ല പടം.
ഫയർ 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 കൊള്ളാം സൂപ്പറാണ് സൂപ്പറാണ് കുഴപ്പമില്ല കുഴപ്പമില്ല അല്ല വേറെ ഫസ്റ്റ് ഹാഫ് മാത്രം കൊള്ളാം സെക്കൻഡ് ഹാഫ് വേറെ സീരിയൽ എടുത്ത് വെച്ചല്ലേ പുഷ്പ താരത്തില്ല ആദ്യം കുറച്ച് ലാഗുവിൽ ഫീലായി പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സ് പൊളിച്ചടിപ്പിക്കുന്നു ആ ഫൈറ്റ് സീൻ പെർഫെക്റ്റ് ആയിട്ട് അവൻ മേക്കിങ് ക്യാമറ എല്ലാം മൊത്ത ടീമും കിടിലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് മെയിൻ എടുത്തു പറയാനുള്ള ആ ലാസ്റ്റുള്ള ക്ലൈമാക്സ് ഫൈറ്റ് സീൻ മൊത്തം പുള്ളിയെ കെട്ടിയിട്ട് കടിച്ചെടുക്കുന്ന ഒരു സീനുണ്ട് കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. ഫിലിം കൊള്ളാം ബോറടിയൊന്നുമില്ല സൂപ്പർ 4 മണിക്ക് വന്നു 4 മണിക്ക് ഓട്ടം വന്നപ്പോൾ അതിൽ കയറി സിനിമ കയറി ഓട്ടം നല്ല സിനിമ ഫാസിൽ കിണ്ണം പടം കൊള്ളാം പക്ഷെ പടത്തിന്റെ ക്വാളിറ്റി ഇല്ലാതാക്കിയത് രശ്മിക മന്ദാനയാണ്. രശ്മികയുടെ പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, ഒട്ടും കൊള്ളൂല. രശ്മിക ഭയങ്കര പോവാണ്. രശ്മിക ഈ പടത്തിൽ വേണ്ടത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ചെതു നമ്മൾ കേട്ടതുപോലെ തന്നെയാണ് പലരും പല അഭിപ്രായം പറയുന്നു. എന്തായാലും ഫാൻസിനെ സംബന്ധിച്ച് അവർക്ക് അടിപൊളി പടം തന്നെയാണ്. 4 മണിക്കാണ് ഇവിടെ ഷോ തുടങ്ങിയത്. ശരിയുണ്ട്. അങ്ങനെ പ്രേക്ഷകരെല്ലാം ആവേശത്തോടെ കാത്തിരുന്ന ഒന്നാണ് പുഷ്പ 2. അപ്പോൾ പുഷ്പ 2ന്റെ റിലീസ് ഇന്ന് ആയിട്ടുണ്ട്. നമ്മൾ ഈ കേട്ട കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നുള്ള വിശേഷങ്ങളെ കേട്ടു. സമ്മിശ്ര അഭിപ്രായമാണ്. പിന്നെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ ഓരോ സിനിമകൾ ആസ്വദിക്കാൻ പറ്റുന്നത്. അപ്പോൾ പോയി കാണാം. അത് ഫയർ ആണോ അല്ലയോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയാം. ഫസ്റ്റ് എന്താണെങ്കിലും പൊളിയായിരുന്നില്ല. അപ്പോൾ പിന്നെ സെക്കൻഡ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് പോയി കാണാം. സമ്മിശ്ര പ്രതികരണമാണ് എന്താണെങ്കിലും ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിൽ നിന്നും കേട്ടത്.